ഹലോ ഗായ്സ്, കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാനും അച്ഛനും അമ്മയും കൂടെ പോയി ഒരു ചെറിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ തമ്മിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. യെസ്, ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇഷ സെൻറ്ററിലാണ് ആദിയോഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല മടിയായതുകൊണ്ട് ഞാനും അച്ഛനും കടയിൽ പോയി പൊങ്കലും ദോശയൊക്കെ കഴിച്ചു വന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മേനെ റെഡിയായി നിർത്താനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പിന്നെ എവിടെ പോകണമെങ്കിലും മുടുക്കട്ട പങ്ക്ച്വലാണ്. ഈ പങ്ക്ച്വാലിറ്റി കാരണമാണ് എവിടെ ഇറങ്ങണമെങ്കിലും ഞങ്ങൾ അടി ഉണ്ടാക്കാറുള്ളത്. കാരണം അച്ഛൻ നേരത്തെ ഇറങ്ങിയിരിക്കും, അമ്മയാണെങ്കിലോ ലോകോത്തര ലേറ്റും, ഞാൻ പിന്നെ ഒരു മീഡിയം ലെവലിൽ പോകട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ വേണ്ടിയും പറഞ്ഞും വഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കിയൊക്കെ ഒരു 11 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ആദിയോഗീനെ കാണാൻ പോകാൻ ഒരു വൈകുന്നേരം സമയമാണല്ലോ കുറച്ചും കൂടെ ആപ്റ്റ്. ആൻഡ് ദിസ് ഈസ് എ സൺഡേ ആസ് വെൽ. അപ്പോൾ സൺഡേ നല്ല തിരക്കായിരിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇത്തിരി പയ്യൊക്കെ പോയാൽ മതി എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഗണപതിനെ ഞാൻ മുമ്പ് നമ്മുടെ പഴയ വീട്ടിൽ വെച്ചിരുന്നതായിരുന്നേ. പിന്നീടാണ് ഞാൻ പറഞ്ഞത് അത് കാറിലൊട്ടിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു എന്നുള്ളത്. എനിവേസ്, അപ്പോൾ അതിനെ ഇന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വിശന്നപ്പോൾ ഞങ്ങൾ വഴിയിൽ ഇത്തിരി വെള്ളം വാങ്ങിക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കാനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മുറുക്ക് വാങ്ങിച്ചു. ഭയങ്കര ടേസ്റ്റി മുറുക്കായിരുന്നു. ഈ മുറുക്കെന്ന് പറയുന്ന സാധനം ഈ ചില സ്ഥലങ്ങളിൽ നമുക്ക് പാക്കറ്റ് കിട്ടുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. പക്ഷെ ദിസ് മുറുക്ക് വാസ് ആക്ച്വലി ഗുഡ്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടം. ഇപ്പം ഞാനും കൂടെ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചത് കൊണ്ട് ആക്ച്വലി അച്ഛനതൊരു ഹെൽപ്പ് തന്നെയാണ്. കാരണം അച്ഛന് ഫുൾ ടൈം ഫോണിലായിരിക്കും. എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ടല്ല, ഈ മൊബൈൽ ഫോൺ വന്ന കാലം തൊട്ട് കുറച്ചും കൂടെ പ്രിസൈസായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മൈ ഡാഡി ഫോണില്ലാതെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. രാവും പകലും ഒരിടയ്ക്ക് ഫോണായിരുന്നു. പിന്നെ ഇപ്പം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. സൺഡേസൊക്കെ കുറച്ചൊക്കെ ഒരു മെച്ചമൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളിക്കും പ്രായമൊക്കെ ആവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വണ്ടി എടുക്കുന്നത് നമ്മൾ രണ്ടുപേരും മാറി മാറിയൊക്കെ ഓടിക്കുന്നത് ഇപ്പം നല്ലൊരു രസമായിട്ടുള്ള പരിപാടിയാണ്. മുമ്പ് അച്ഛൻ അങ്ങനെ വണ്ടി തരാനൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. എനിവേയ്സ്, നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കുതിരാൻ തുരങ്കം ഉണ്ടല്ലോ, അത് കയറാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിലൂടെ ഞാൻ ഒരുപാട് തവണ പാസ് ചെയ്ത് പോയി ബാംഗ്ലൂർക്ക് പോകുമ്പോഴുമൊക്കെ. പക്ഷേ പകൽ വെളിച്ചത്തിൽ ഞാനിതിനെ ഇങ്ങനെ നേരിട്ട് കണ്ടതേ ഇല്ല ഈ തുരങ്കം വന്നതിന് ശേഷം. ഒരു പ്രാവശ്യം ഇതൊന്ന് കാണാൻ ഇതിൻ്റെ മുന്നേ വരെ വന്നിട്ട് തിരിച്ചു പോയി എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന ഫസ്റ്റ് ടൈമാണ്. ആൻഡ് എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് എന്തോ ഭയങ്കര സന്തോഷവും ഭയങ്കര എന്തൊക്കെയോ ആയിരുന്നു എനിക്ക്. കാരണം പണ്ട് ഈ തുരങ്കം വരുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരം, ഇപ്പം ഞാൻ പോണ്ടിച്ചേരി പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളിപ്പം ചെന്നൈയോ കോയമ്പത്തൂരോ ഒക്കെ പോവുകയാണെങ്കിലും നമ്മളെപ്പോഴും മറ്റേ വഴിയാണല്ലോ പോവുക, മറ്റേ മല കയറിയാണല്ലോ പോവുക. പോകുന്ന വഴിക്ക് മറ്റൊരു അയ്യപ്പൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അവിടെ നമ്മൾ മറ്റേ നേർച്ചയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഓർമ്മകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തുരങ്കം വന്നതിന് ശേഷം ഇതിലൂടെ പോകുക എന്നുള്ളത് എന്തോ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു എനിക്കും അമ്മയ്ക്കും ഭയങ്കരമായിട്ട്. അപ്പം വി വെർ ലൈക്ക് ചുമ്മാ ഗോയിങ് ക്രേസി ഇതിൻ്റെ അകത്തൂടെ പോകുന്നതിൽ. എന്തിനാണെന്നറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു തുരങ്കം ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടുകൊള്ളൂ. ഇതാണ് ആ മനോഹരമായ തുരങ്കം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അപ്പുറത്തേക്ക് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട്, അതായത് മറ്റേ ടണലിലേക്ക് കയറാനായിട്ടുള്ള വഴിയുണ്ട്. അതിലൂടെ നമുക്കിപ്പോൾ ഒരു റൗണ്ട് അബൌട്ടൊക്കെ എടുത്ത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പകുതി വഴിക്ക് വന്നിട്ട് ബോറടിച്ചാലോ, അപ്പോൾ അങ്ങനെ പോകാനായിട്ടുള്ള വഴികളുമുണ്ട്. എനിവേയ്സ്, ഇതിപ്പോൾ നല്ലൊരു ഒരു സൃഷ്ടിയാണ് ഈ ഒരു ടണൽ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു 1-2 കിലോമീറ്ററൊക്കെ ആയിരിക്കുമല്ലേ, 2 ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ തുരങ്കം എന്ന് തോന്നുന്നു. എന്തായാലും തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടേതാ ഈ വഴിയിലുള്ള ഈ ചിപ്സ് സെൻ്ററൊക്കെ അവിടെ തന്നെ ഉണ്ട്. വടക്കാഞ്ചേരി എത്തുമ്പോൾ ചിപ്സ്, എസ്പെഷ്യലി ചക്ക വറുത്തത് വാങ്ങുക എന്നുള്ളത് ഒരു നേർച്ചയാണ് ഞങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കോയിൻ ഇടുന്ന പോലെ തന്നെ ഒരു നേർച്ചയാണ് ഇതുവഴി പോകുമ്പോൾ ഈ വറപൊരി ഐറ്റംസ് വാങ്ങിക്കാന്നുള്ളത്. എൻ്റെ അമ്മയ്ക്കായിരിക്കും ഇതിൽ എന്നേക്കാൾ കൂടുതൽ നൊക്കളാച്ച ഉണ്ടാവുക. കാരണം ഞാൻ പോണ്ടിച്ചേരി പഠിക്കുന്ന സമയത്ത് ഇവരെന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരും. അപ്പോൾ കാറിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതുവഴി വരുമ്പം അമ്മ ഉറപ്പായിട്ടും ഒരു ചക്കവറുത്തതിൻ്റെ പാക്കറ്റ് വാങ്ങി അമ്മ ഇരുന്ന് കഴിച്ചിട്ടുണ്ടാകും. ഒരു ചക്കവറുത്തതിൻ്റെ പാക്കറ്റ് എനിക്കും കൊണ്ടുതരും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇത് പാലക്കാട് അടുത്തുള്ളൊരു കടയാണ്. ദയവ് ചെയ്ത് ഈ വഴി പോകുന്ന ആരും ഇവിടെ കയറരുത്. ആ കട ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആനന്ദഭവൻ, അടയാർ ആനന്ദഭവൻ
ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. A to B അല്ല, ഇത് വെറും ആനന്ദഭവനാണ്. ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറ് ഫുഡായിരുന്നു. നമുക്ക് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ മറ്റേ തമിഴ്നാട് താലി മീൽസ് കഴിക്കാനുള്ള ഒരു പൂതി കൊണ്ട് കയറിപ്പോയതായിരുന്നു. പുല്ല് വേണ്ടായിരുന്നു, തൊട്ടപ്പുറത്തെ ഷെഫ് പിള്ളയുണ്ട്, അവിടെ വല്ലതും കയറിയാൽ മതിയായിരുന്നു. എനിവേയ്സ് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. അപ്പം ഇതിങ്ങനെയൊക്കെ വന്നിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര രസമുണ്ടല്ലോ. പക്ഷെ ഒരു കറിക്കും ഒരു വികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ആൻഡ് ദാറ്റ് ജസ്റ്റ് സാക്ട്. നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല. നല്ല വിഷമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ 3 പേരും ഫുഡ് മോശമായി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുകയും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ്. അതേസമയം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നവരാണ്. അപ്പോൾ എന്തായാലും നല്ല വിഷമമായിട്ടാണ് ആ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സന്തോഷം വേണമെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തൊരു KR ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ കയറി ഞാൻ ഈ കപ്പലണ്ടി മിഠായി വാങ്ങിച്ചു. അമ്മയ്ക്കും കുറച്ച് വറുപൊരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും അമ്മയും ഹാപ്പി. ആഹാ, നോക്ക് ആ മുഖത്തുള്ളൊരു തന്തോയോ. എൻ്റെ അമ്മ എങ്ങനെയാട്ടോ, വളരെ ചെറിയ കാര്യം മതി അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവാൻ, അതിലും ചെറിയ കാര്യം മതി അമ്മയ്ക്ക് ദേഷ്യം വരാനായിട്ടും. അപ്പോൾ ഈ വക സാധനങ്ങളുമായിട്ട് അമ്മേനെ അങ്ങ് പുറകിലേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ ഷീ ഈസ് വെരി ഹാപ്പി. ആ ഭക്ഷണം കഴിച്ചതിൻ്റെ കേട് മൊത്തം തീർക്കാനായിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. ഞങ്ങൾ 3 പേരും അത്യാവശ്യം നല്ല ഫുഡീസാണ്. എസ്പെഷ്യലി എൻ്റെ അച്ഛനും ഞാനും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും. അമ്മ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഫുഡ് ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ അത് മാത്രം കഴിക്കുന്ന ഒരാളും. എന്നാൽ ഞങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടാത്ത ഒരാളുമാണ്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ്റെ ചേഞ്ചിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചക്ക വറുത്തതിന് ഞാൻ വിചാരിച്ചത്രയോ ടേസ്റ്റ് അല്ലായിരുന്നു. മേ ബി സീസൺ മാറിയത് കൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മളങ്ങനെ വാളയാർ പരമേശ്വരത്തിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വാളയാർ ചെക്ക് പോസ്റ്റാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി നമ്മളിതാ ഏകദേശം കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ ചെന്നൈ അല്ലെങ്കിൽ പോണ്ടിച്ചേരി ബാംഗ്ലൂരൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹൈവേയിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ അതിൻ്റെ ടൗണിൻ്റെ അകത്തേക്ക് കയറിയിട്ടേ ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിറ്റിയുടെ ഒത്ത നടുക്ക് ഇങ്ങനെ ഒരു ലേക്കുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ ലേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു അറിഞ്ഞൂടാ, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആ ലേക്ക് യെസ് ഇറ്റ്സ് സംതിങ് ഇസ് റിട്ടൺ ദെയർ. ഞാൻ മറന്നേ പോയി, കാരണം അത് കുറച്ച് നാളായല്ലോ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. ആ ഒരു ലേക്കിന് ചുറ്റുമാണ് നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളപ്പം ഈ ഇഷ സെൻറ്ററിൽ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛന് വണ്ടിയുടെ കുറച്ച് സ്പെയർ പാർട്സ് നോക്കാനായിട്ട് ഇവിടെ ഉക്കടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. ദിസ് ഈസ് വെരി ഫേമസ് ഈ ഒരു സ്ഥലം തോന്നുന്നു. പക്ഷെ അവിടെ സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ കറങ്ങി തിരിഞ്ഞ് ഒരു 5:30 ആയി ആക്ച്വലി ഇഷ സെൻറ്ററിലേക്ക് എത്തുമ്പോൾ. ആൻഡ് ഇതാണ് ഇഷ സെൻറ്ററിൻ്റെ കവാടം എന്ന് പറയുന്നത്. മുന്നേ വന്നിട്ടുള്ള ആളുകൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഞങ്ങളിങ്ങനെ പലരും പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 3 പേരും. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ അച്ഛൻ മുന്നേ പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളതായിരുന്നു. പക്ഷേ ഇത് അച്ഛനും പോയിട്ടില്ല. അച്ഛനും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എവിടെയാണെന്നുള്ളത്. പിന്നെ മാപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ തേടി പിടിച്ച് ഇതിൻ്റെ അകത്തേക്ക് എത്തി. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇങ്ങനെയൊരു മാൻമെയ്ഡ് സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് അല്ലേ. ബേസിക്കലി അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക, നമുക്കൊരു ഭക്തി സാന്ദ്രതയായിരിക്കുമോ എന്നൊക്കെ ആയിരുന്നു എനിക്ക് മെയിനായിട്ട് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടുത്തെ ലൈറ്റ് ഷോനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു അരുവി പോകുന്ന പോലത്തെ ഒരു ടെമ്പിൾ സ്ട്രക്ചർ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഒന്ന് ഇരിക്കണം എന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് സമാധാനത്തോടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. ബേസിക്കലി അതിനൊക്കെയാണല്ലോ ആളുകൾ ഇവിടെ എത്തുന്നത്. പക്ഷേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പൊടി പറത്തി ഞങ്ങൾ ഈ വണ്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു മഹാസത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ പോയിക്കൊണ്ടിരിക്കുന്ന അന്ന്. സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാൻ ആദ്യം എനിക്ക് പല ഡയഗ്നോസിസ് നടത്തിയിട്ടുണ്ട്, പിന്നെ അമ്മയ്ക്ക് പല ഡയഗ്നോസിസ് നടത്തിയിട്ടുണ്ട്, അച്ഛനും പലതും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാന ഡയഗ്നോസിസ് ഞാൻ വിട്ടുപോയത് അത് ഇന്നാണ് ഞാൻ നടത്തിയത്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. എനിവേയ്സ് ഞങ്ങളിതാ നമ്മുടെ ആ ആദിയോഗീൻ്റെ ആ ഒരു ശില്പത്തിൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി റീച്ചിങ് ദ. കാരണം കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു തിരക്ക് നോക്ക്. എത്ര വണ്ടികളാണ്, ഏതൊക്കെ ടൈപ്പ് വണ്ടികളിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇങ്ങനെ ഒരു ടൂറിസം സെൻറ്റർ ഉണ്ടാക്കി മാത്രം ഇട്ടാൽ പോരാല്ലോ. എന്തായാലും ഇതങ്ങനെ കണ്ടിങ്ങനെ നടന്നു ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയുടെ അച്ഛൻ്റെയും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തു. അവർക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ കാര്യവും പറയണ്ടല്ലോ, എനിക്കും വേണ്ടി വരുമല്ലോ ഇതൊക്കെ അല്ലേ. എങ്ങനെ
ഞാൻ ഇന്ന് ഈ പാവാടയും ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടണം, ആ പാവാട എനിക്ക് വിരിച്ചിട്ട് പറത്തി നടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരിക്കണം, കുറച്ച് എന്താ പറയുക, ഒരു മനസ്സമാധാനം കിട്ടണം, കുറച്ച് എൻജോയ്മെൻറ്റ് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ ഡയഗ്നോസിസ് പറയട്ടെ. ഇതാ ആ നിൽക്കുന്ന ആളാണ് എൻ്റെ ഡാഡി എന്ന് പറയുന്നത്. ആ മെലിഞ്ഞ ശരീരം കാണുന്നുണ്ടോ? അത് അങ്ങോട്ട് നോക്കൂ. അതിൻ്റെ ഇടയിലൂടെ ഞാൻ വീണ്ടും നടന്നു. അപ്പം ഞാനിപ്പോൾ ചെന്നെടുക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛന് ADHD ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗൈസ്. കാരണം വേറൊന്നുമല്ല, അച്ഛന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരിക്കും കേട്ടോ. പക്ഷേ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അച്ഛന് യാത്രയോടെ താല്പര്യമുള്ളൂ, ഡെസ്റ്റിനേഷൻ താല്പര്യമില്ല. അവിടെ ചെന്ന് ഇറങ്ങി അവിടെ എന്തെങ്കിലും ഒരു ഇത് ചിലവഴിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോകാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആ കടയിൽ സമയം ചിലവഴിക്കുന്നത് തീരെ താല്പര്യമില്ല. അതായത് അവിടെ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യാൻ സമയം പോവില്ലേ, വിച്ച് ഹി ഡസൻ ലൈക്ക്. ആൻഡ് ഇപ്പോൾ ഇവിടെ വന്നു, ഇവിടെ സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് നേരം അവിടെ വെറുതെ കാറ്റും കൊണ്ടിരിക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അതും താല്പര്യമില്ല. അതിൻ്റെ ഇടയിൽ വാശി പിടിച്ചിട്ടാണ് ഞാനും അമ്മയും കുറച്ച് സമയം കണ്ടെത്തി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിറവേറ്റിയിട്ടേ പോകുള്ളൂ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ നടത്തിയെടുത്തു. ആക്ച്വലി ഈ സമയത്തൊക്കെ വി വർ ബിച്ചിങ് അബൌട്ട് ഹിം. കാരണം അമ്മ വാസ് സേയിങ് എവർ സിൻസ് ഷീ ഗോട്ട് മാരീഡ് ഇതാണ് അമ്മ ആക്ച്വലി അച്ഛനെ കൊണ്ട് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഞാൻ ഇപ്പോഴാണത് തിരിച്ചറിയുന്നത്. ആക്ച്വലി അച്ഛന് ചിലപ്പോൾ ADHD ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ചപ്പോൾ സത്യമാണ്. ആൻഡ് യു നോ വാട്ട്, വി ഡിഡ്ന്റ് വെയിറ്റ് ടു സീ ദ ലൈറ്റ് ഷോ, വി ഡിഡ്ന്റ് ഗോ ടു ദാറ്റ് ടെമ്പിൾ, ഒന്നും അവിടെ വേറെ കണ്ടില്ല. ജസ്റ്റ് ഈ ഒരു ഡയറ്റി കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് തിരിച്ചു പോന്നു. ആൻഡ് അച്ഛൻ ഗേവ് ഒരു ബ്യൂട്ടിഫുൾ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ്. കാരണം 7:30 വരെ അതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വണ്ടികളെല്ലാം ഇറങ്ങുമ്പോൾ ഇവിടെ മൊത്തം ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞിട്ട് വി ജസ്റ്റ് കെയിം ബാക്ക്. എന്തായാലും അടുത്തുള്ളൊരു കടയിൽ കയറി ചായ കുടി ഞങ്ങൾക്ക് മുഖ്യം വെക്കില്ലേ, കുടുംബപരമായിട്ടൊരു വൃത്തിയിട്ട ശീലമാണ് ഈ ചായ കുടി. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ കയറി സ്ഥിതിക്ക് കുറച്ച് കടല പുഴുങ്ങിയതൊക്കെ തിന്നു. ഈ കടല പുഴുങ്ങിയത് എനിക്കൊരു വലിയ നൊസ്റ്റാൾജിയാണ് കേട്ടോ. എൻ്റെ പോണ്ടിച്ചേരിയിലെ മെസ്സിൽ കിട്ടുമായിരുന്നു, നല്ല ചായയുമായിരുന്നു, പാൽപ്പൊടി ചായയാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, അവിടെ പ്രതീക്ഷ ഒന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ആ ഒരു പ്രതിമ കണ്ടിട്ട് തിരിച്ചു പോന്നു എന്നുള്ളതിൽ, ആ അമ്പലത്തിൽ പോലും പോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും വരുന്ന വഴിക്ക് കുറേ കറങ്ങി തിരിഞ്ഞു, വഴിയൊക്കെ കുറച്ച് തെറ്റി ആസ് ഇൻ ഗൂഗിളേച്ച് പറഞ്ഞ വഴി കൂടെ പോയി. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ വഴി തീർന്നു പോയി, ഹൈവേ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുതിയ വഴി കുഴിച്ചൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ വന്ന് തിരിച്ച് നമ്മൾ കോയമ്പത്തൂർ പാലക്കാട് ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കയറി KFC കഴിക്കുകയുണ്ടായി. അങ്ങനെ KFCയും കഴിച്ചു. തൊട്ടപ്പുറത്തുള്ള A2B എന്നൊരു കോഫിയും കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എൻ്റെ സന്തോഷം തിരിച്ച് വീണ്ടും കിട്ടി. എന്തായാലും നഷ്ടപ്പെട്ട സാധനം തിരിച്ച് കിട്ടി. അപ്പോൾ അവിടെ ചെറിയ കുറച്ചിങ്ങനെ എന്താ പറയുക, ഷോപ്പിങ്ങിനൊക്കെയുള്ള ഒരു സൗനിയേഴ്സൊക്കെ കിട്ടുന്ന ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് അലഞ്ഞൊക്കെ തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും ടൈം ഇസ് ഗെറ്റിംഗ് ലേറ്റ്, റിയലി ലേറ്റ് ആക്ച്വലി. ഞങ്ങളവിടെ ഒരു 5:30 ഒരു 6:30 തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ ഈ ഫുഡും കഴിച്ച് നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ ഏറെക്കുറെ നമ്മുടെ പാലക്കാട് കഴിഞ്ഞപ്പോൾ കിടക്കണ തരികിട തോന്നും. നമ്മുടെ വണ്ടിക്ക് നല്ലൊരു അഡാറ് പണി കിട്ടി. ഞാനാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്തോ വണ്ടി അങ്ങോട്ട് വലിയാണ്ടായി. വാട്ട് ഹാപ്പൻഡ് വാസ്, ടയർ പഞ്ചറായി. അപ്പോൾ എന്തായാലും രാത്രി 10:30 പാലക്കാട് ഭാഗത്ത് ആരെങ്കിലും പോകുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, പഞ്ചർ കട ഒന്നും തുറക്കത്തില്ല, എസ്പെഷ്യലി ബീയിങ് എ സൺഡേ. പിന്നെ സഹായ മനസ്കതയുള്ള ആളുകളും അവിടെ കുറച്ച് കുറവാണെന്ന് തോന്നി. എന്തായാലും പരിചയമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും നമുക്ക് എങ്ങനെയൊക്കെയോ നമ്പറൊക്കെ കിട്ടി. ഒരു ചേട്ടൻ വന്ന് നന്നാക്കി തന്നു. ആൻഡ് ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് ദാറ്റ് ട്രിപ്പ്.